So the next question, അടുത്തത് ചോദ്യം 32. f of x is given to be, f of x എന്ന് തന്നിട്ടുണ്ട്, f of x is 1 divided by x minus 1, g of x is equal to 1 divided by x square plus x minus 2, and g of f of x is discontinuous. ഏതൊക്കെ പോയിന്റ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് ചോദിച്ചിട്ടുള്ളത്. So g of f, this is equal to, okay, ഇതിനെ വേണമെങ്കിൽ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. ഇത് ഫാക്ടറൈസ്, so x minus 2 അല്ല x plus 2 into x minus 1. So g of f of x can be rewritten as 1 divided by f of x plus 2 into f of x minus 1. f of x plus 2, f of x minus 1. So that means this is equal to 1 divided by 1 by x minus 1 plus 2 divided by, okay, this will be 1 divided by x minus 1 minus 1. So when we rewrite it, this will be equal to 1 divided by 1 plus 2x minus 2, 1 plus 2x minus 2 into denominator number into 1 minus x plus 1. New denominator x minus 1, that will be x minus 1 whole square. So equal to x minus 1 whole square divided by 2x minus 1 into 2 minus x. Either 2x minus 1 equal to 0 implies x is equal to 1 by 2, and 2 minus x is equal to 0 implies x is equal to 2. These are the 2 points of discontinuity. Options 1, so options that is 1 by 2 and 2. 1 by 2 and 2 അങ്ങനെയൊന്നുമില്ലല്ലോ. 1 by 2 and 2 ഇതിലേതോ എറർ വന്നതാണ്. ഇതല്ല, കാരണം കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1, 1ൽ കണ്ടിന്യൂസ് ആണത്. സോ ദർ ഇസ് നോ ഇഷ്യൂ. ജി ഓഫ് എഫ് ഓഫ് എക്സ് അല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 33. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി റൂട്ട് ഓഫ് എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് 1 മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 1. ഇത് രണ്ടും ഡിനോമിനേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ വി ക്യാൻ ടേക്ക് ദ ലീഡിങ് കോഎഫിഷ്യൻറ്റ് ഡിവൈഡ് ചെയ്ത്, അതില്ലാത്തതിനെ കൊണ്ട് വാട്ട് വി ക്യാൻ ഡു ഇസ് വി ക്യാൻ മൾട്ടിപ്ലൈ ബൈ ദ കോൺജുഗേറ്റ്. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റു ഇവിടെ റൂട്ട് ഓഫ് എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് 1 മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു root of a square x square plus ax plus 1 plus root of a square x square plus 1 നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ ഓക്കെ എ എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 1. ദിസ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സോ എക്സ് സ്ക്വയർ പോവും. So it will be a square x square plus ax plus 1 minus a square x square minus 1. So that part will be ax, denominator ax divided by root of a square x square plus ax plus 1 plus root of a square x square plus 1. This will be equal to ax അവിടെ നിർത്തി ഇതിൻ്റെ അകത്തുനിന്ന് ഒരു എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂട്ട് എക്സ് ഉണ്ടാവും. റൂട്ട് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പുറത്ത് എക്സ് ഉണ്ടാവും. ഇവിടെ ഇതിൻ്റെ അകത്തൊരു എക്സ് ഉണ്ടാവും. റൂട്ട് എക്സ് അല്ല എക്സ് ഉണ്ടാവും. സോ എ സ്ക്വയർ പ്ലസ് എ ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഇതിൻ്റെ അകത്തൊരു എക്സ് ഉണ്ടാവും. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ. So ഈ എക്സും ക്യാൻസൽ ആവും. വി വിൽ ക്യാൻസൽ ദീസ് എക്സ്, ഈ എക്സ് ഇത് എക്സ് എല്ലാം ക്യാൻസൽ ആവും. സോ വാട്ട് റിമൈൻസ് ഇസ് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ. ദാറ്റ് ഇസ് സംതിങ് എൽസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ഇത് എ ഡിവൈഡഡ് ബൈ ഇവിടെ ഇതെല്ലാം ആയി പോവും. ഇവിടെ 0 ആവും. സോ ദർ വിൽ ബി എ plus a is equal to 1 by 2. Option 1 by 2. Option C. Option B. ചോദ്യം 34. Question number 34. f of x is equal to x raised to x plus
x raised to x whole raised to x. That is either u the v ആക്കി എടുക്കുക, differentiate. We have been asked to find f dash 1. f dash 1 ആണ് ആവശ്യപ്പെട്ടുള്ളത്. f dash 1 is what is asked. So we know that ഇതിലൊരു കാര്യം derivative of x raised to x എന്താണെന്ന് ഓർത്ത് വെക്കുക. What is that? We discussed it. x raised to x into 1 plus log x. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് നമ്മളവിടെ എഴുതിയതുമാണ് അല്ല. അപ്പോൾ ആദ്യത്തെ പാർട്ട് എടുക്കാം. u is equal to x raised to x raised to x. So log u is equal to x raised to x log x. Differentiating 1 by u into u dash is equal to x raised to x. Now the derivative of log x is 1 by x plus log x is kept there in the differentiate the x raised to x into 1 plus log x. So u dash is equal to u more like u എന്ന് പറയുമ്പോൾ x raised to x into x raised to x plus log x into x raised to x into 1 plus log x. Any v part v is equal to x raised to എന്തായിരുന്നു അത് ഫംഗ്ഷൻ കറക്റ്റ് തന്നെയല്ലേ ചെറിയ ഓക്കെ x raised to x whole raised to x. So x raised to x into x വരും. So x raised to x square log v is equal to x square log x. 1 by v dash is equal to x square now log x derivative 1 by x plus log x into 2x. This is equal to x plus log x into 2x. So the final derivative is f dash x is equal to that is v dash. The v dash is equal to x raised to x square into x plus log x into 2x. f dash x is equal to ഇതിൻ്റെ രണ്ടിനും കൂടി സം f dash 1 എന്ന് പറയുമ്പം this part will be 1, this part will be 1, this part will be log 1 ഉള്ളതിനെ കൊണ്ട് ഇതിൻ്റെ മൊത്തം 0 ആയി പോകും plus the 1 into 1 plus log 1 0 that is equal to 1 plus 1. Answer is equal to 2. Rand option B. Question number 35. Which of the following is periodic? f of x is equal to x cos x. ഒരു കാരണവശാലും പീരിയോഡിക് ആവില്ല. കാരണം cos x പീരിയോഡിക്, x പീരിയോഡിക് അല്ല. അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. പീരിയോഡിക് മീൻസ് വാട്ട്? f of x plus t is equal to f of after certain interval. ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഈ കേസിൽ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല. എന്താ കാരണം? എക്സ് ഉണ്ട് അതിനെക്കൊണ്ട്. സെക്കൻഡ് ഫംഗ്ഷൻ അതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് സൈൻ ഓഫ് 1 by x. സൈൻ എക്സ് ആണെങ്കിൽ ഓക്കെ, സൈൻ 1 by x ആകുമ്പോൾ ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യില്ല. അത് ഇതിൻ്റെ ഇടയിൽ ഇൻക്രീസ് ചെയ്ത് എക്സ് മാറുന്നതിനനുസരിച്ച് വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഇറ്റ് വിൽ നെവർ കം. മാക്സിമം വാല്യൂ 1 and ഇതാണെങ്കിലും ഒരിക്കലും അതിൻ്റെ ഒരു കേർവ് ഇങ്ങനെ വരാനാണ് സാധ്യത. നമുക്ക് വേണമെങ്കിൽ നോക്കാം. ആൻഡ് ദ തേർഡ് വൺ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ഗ്രേറ്റ്. ഇതിന് തുടക്കത്തിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. തിയറി പാർട്ടിൽ വി ഡിസ്കസ്ഡ് ഇറ്റ്. വാട്ട്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ഗ്രേറ്റർ ഇൻറ്റിജർ ഓഫ് എക്സ്. എക്സ് മൈനസ് ഗ്രേറ്റർ ഇൻറ്റിജർ ഓഫ് എക്സ്. സോ ദിസ് ഇസ് എ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് അതിൻ്റെ ഗ്രാഫൊക്കെ നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് ഇസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് 1. അതായത് ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരിക എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ദിസ് ഇസ് ബി എ പീരിയോഡിക് ഫംഗ്ഷൻ. ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇത് നമ്മളവിടെ വരച്ചു, ഇതിൻ്റെ ഡൊമൈൻ എന്താ, റേഞ്ച് എന്താ, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത് അവിടെ ആ സാഹചര്യം. പക്ഷേ എന്നാലും വേണമെങ്കിൽ ഇതിൻ്റെ ഓരോന്നിന് ഗ്രാഫ് വരച്ചു നോക്കാം. ഒന്നാമത്തത് ഫസ്റ്റ് ഫംഗ്ഷൻ വാസ് എക്സ് കോസ് എക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. എക്സ് കോസ് എക്സ്, യെസ്. ഒരിക്കലും അത് ഞാൻ പറഞ്ഞ എക്സാക്ട് ഫോർമാറ്റ് അല്ലെങ്കിലും സംവാട്ട് ദ ഗ്രാഫ് ഇസ് ഇൻ ദാറ്റ് ഫോം. എക്സ് കോസ് എക്സ് ഒരിക്കലും പീരിയോഡിക് ആയിട്ട് പോകുന്നില്ല. കാരണം എന്തുകൊണ്ട്? എക്സ് ഉള്ളതിനെ കൊണ്ട് വാല്യൂ കൂടുകയും ഇപ്പുറത്തേക്കുള്ള അതിൻ്റെ എക്സ് പാരാമീറ്റർ മാറിക്കൊണ്ടേയിരിക്കും. സെക്കൻഡ് അവിടെ നോക്കട്ടെ, സൈൻ ഓഫ് 1 by x. ഇതും ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ദിസ് ടെൻസ് ടു 0. ഇനി മൂന്നാമത്തത് x minus floor of x. This you can see after each interval it's coming the same. Its period function is
periodic, I mean it's a periodic function. വേണമെങ്കിൽ f of x plus 1 കൊടുത്തു നോക്കാം. x plus 1 minus greater integer of x plus 1, that is equal to x plus 1 minus, and this is same as greater integer of x minus 1. 1 1 this is x minus greater integer of x, that is f of x. So it's a greater integer function, I mean fractional function. Fractional function is a periodic function. ചോദ്യം 35. ചോദ്യം 36, question number 36. f of x is equal to sin raised to 6x plus cos raised to 6x. In a maximum, this can be rewritten as sin cube x plus cos cube x whole square minus, this can be written as sin square x plus cos square x whole cube minus a cube plus b cube is equal to a plus b whole cube minus 3ab into a plus b. a plus b, അത് എഴുതാം a cube plus b cube, a cube plus b cube is equal to a plus b whole cube minus 3ab into a plus b. ഈ ഐഡൻറ്റിറ്റി ആണ് ഇവിടെ ഉപയോഗിച്ചത്. a ആൻഡ് b നെ സ്ഥാനത്ത് സൈൻ സ്ക്വയറും കോസ് സ്ക്വയർ എക്സ് ആണെന്ന് മാത്രം. ദിസ് ഈസ് ഈക്വൽ ടു, ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ വാല്യൂ 1 cube minus 3 into sin square x cos square x. 1 minus 3, ഒരു 4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് വിൽ ബി ഈക്വൽ ടു sin square x cos square x. So this is equal to 1 minus 3 by 4 into, the whole thing can be rewritten as sin 2x whole square. ഇനി ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ. ആസ് എ മാക്സിമം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 മിനിമം. എപ്പോഴാണ് ഇത് മിനിമം ആവുന്നത്, എപ്പോഴാണ് ഇത് മാക്സിമം ആവുന്നത്? f of x is maximum. f of x is maximum when what is being subtracted, അതായത് ഈ ഭാഗമാണ് കുറയ്ക്കുന്നത്, is minimum. അതിൻ്റെ മിനിമം വാല്യൂ 0 ആണ്. ഇതിൻ്റെ മിനിമം വാല്യൂ 0 ആണ്. So it has a maximum value of 1. Any minimum, okay, it says a maximum. f of x has a minimum, when what is being subtracted, ഇതെന്താവും, ഇത് മാക്സിമം ആകുമ്പോൾ. ഇതിൻ്റെ മാക്സിമം വാല്യൂ എത്ര? ഇതിൻ്റെ മാക്സിമം വാല്യൂ സൈൻ സ്ക്വയറിനാണ്. സോ 1, ഇത് 1 ആകുമ്പോൾ 1 മൈനസ് 3/4, 1/4. ഇത് മിനിമം വാല്യൂ ഇതിൻ്റെ എഫ് ഓഫ് എക്സിൻ്റെ മാക്സിമം സബ്ട്രാക്ട് ചെയ്യുന്ന സാധനം മാക്സിമം ആവും. മാക്സിമം ആവുമെന്ന് പറഞ്ഞാൽ മിനിമം ആവുമെന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം ആവുന്നു. ഓക്കെ, എഫ് ഓഫ് എക്സ് മാക്സിമം ആവുമെന്ന് പറഞ്ഞാൽ ഇത് മിനിമം, നേരെ തിരിഞ്ഞിട്ടാണ് വരുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് മാക്സിമം, ദിസ് ഇസ് മിനിമം. മിനിമം ആവുന്നത് എപ്പോഴാണ്? മിനിമം ആവുന്നത് വെൻ ദിസ് പാർട്ട് ഇസ് മിനിമം, സൈൻ സ്ക്വയർ ഇത് 0 ആവുന്ന സമയത്ത്. സോ ദാറ്റ് മീൻസ് ദ മാക്സിമം വാല്യൂ ഇസ് 1, ഓപ്ഷൻ നമ്പർ. മിനിമം ആവുന്നപ്പോഴാണ് what is being subtracted is maximum, that is 1 minus 3. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ് മാക്സിമം വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ. So 1 minus 3/4, that is equal to 1/4. So it has a minimum value of 1/4 and a maximum value of 1. Both of them are correct. Option ചോദ്യം 37. Derivative of tan inverse 3x square minus 1 divided by 3x minus x cube, that is equal to tan inverse of the തിരിച്ചെടുത്തിട്ട് കാര്യമില്ലല്ലോ, the same as cot inverse 3x minus x cube divided by 3x square minus 1, that is equal to pi/2 minus tan inverse 3x minus x cube divided by 3x square minus 1. എന്ന് പറഞ്ഞാൽ ഇതെന്താ? tan inverse x is equal to cot inverse 1/x.
ആ പ്രോപ്പർട്ടി same way cot inverse same as pi by 2 minus tan inverse. This can be rewritten as pi by 2 minus tan inverse. ഇതിൻ്റെ അകത്ത് ഒരു ന്യൂമറേറ്റർ ഒന്ന് മൈനസ് പുറത്തെടുത്താൽ എക്സ് ക്യൂബ് മൈനസ് 3x. ഇതിൻ്റെ അകത്തൊരു മൈനസ് 1 മൈനസ് 3x സ്ക്വയർ. So this is pi by 2 minus 3 times tan inverse. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? tan inverse x cube minus 3x divided 1 minus 3 tan 3 theta in the same formula. Tan 3 theta tan cube theta minus 3 tan theta divided by 1 minus 3 tan square theta under the same formula. That is what is given here. So this is the first term f of x. f of x ഇതാണ്. Similarly g of x എന്താ? sin inverse x square minus 1 divided by x square plus 1. ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? This can be rewritten as pi by 2 minus cos inverse x square minus 1 divided by x square plus 1, or one plus x square. This is pi by 2 minus 2 tan inverse x. This is g of x. So now we have to differentiate this first function with respect to the second function. So f dash x divided by g dash x. ആദ്യത്തെ ഫംഗ്ഷന് രണ്ടാമത്തെ ഫംഗ്ഷനെ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഇതിൻ്റെ ഡെറിവേറ്റീവ്, this implies that f dash x is equal to the pi by 2 into 0 minus 3 into 1 by 1 plus x square minus 3 divided by 1 plus x square divided by ഇതിൻ്റെ 2 minus 2 divided by 1 by 1 plus x square. So answer is equal to 3 by 2. 3 by 2. ചോദ്യം 38. Question number 38. f of x is equal to modulus of x minus 1. ഇതിലെ ഏത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? f of x square, f of x square, f of x square ബ്രാക്കറ്റ് ആണ്, അല്ല ഗ്രേറ്റർ ഇൻറ്റീജർ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഗ്രേറ്റർ ഇൻറ്റീജർ ഓഫ്, ഒരിക്കലും ശരിയാവില്ല. അത് എക്സ് സ്ക്വയർ ഇട്ടാൽ അതിൻ്റെ ഗ്രേറ്റർ ഇൻറ്റീജർ എന്തായാലും ശരിയാവില്ല. എഫ് ഓഫ് മോഡ് എക്സ് ഇസ് മോഡ് എഫ് ഓഫ് എക്സ്, അതുമല്ല. None of this option is none of this option, none of this. Question number 39. Question number 39. 39. The set of points where the function f of x is equal to x minus 1 whole square into x plus mod x minus 1 is set of point is differentiable. എവിടേക്കാണ് ഇത് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളത്? We know that like mod f of x is equal to mod x. അതിൻ്റെ ഗ്രാഫ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ബെൻഡ് ഉണ്ട് അല്ലേ? I mean it's not a smooth curve. So മാത്രമല്ല f of x is equal to, that is mod x is continuous at x is equal to 0 but not differentiable എന്ന് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്താണ് തിയറിയിൽ. ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ. അതുപോലെ തന്നെ മോഡ് എക്സ് മൈനസ് വൺ എന്ന് പറയുന്നത് ഇങ്ങോട്ടും പോകും, എക്സ് മൈനസ് 1. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യും. അത് ടേണിംഗ് പോയിന്റ്, ഐ മീൻ എക്സ് ആക്സിസിനെ എവിടെയാണ് മീറ്റ് ചെയ്യുന്നതല്ല, y is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം. മാത്രമല്ല ട്രാൻസ്ലേഷൻ ഓഫ് കർവ്സിൻ്റെ അകത്ത് എഫ് ഓഫ് എക്സ് മൈനസ് കെ കണ്ടാൽ ദ കർവ് വിൽ ബി മൂവിങ് റൈറ്റ് സൈഡ്, എഫ് ഓഫ് എക്സ് പ്ലസ് കെ ലെഫ്റ്റ് സൈഡ്. അപ്പം ഇവിടെ എക്സ് മൈനസ് വൺ ആണ്, മോഡുലസ് ഓഫ് എക്സ് മൈനസ് മൂവ് റൈറ്റ് ടുവേർഡ്സ് ബൈ 1 യൂണിറ്റ്. ഇത് 1 ആയിരിക്കും ഈ പോയിന്റ്. ഇറ്റ്സ് നോട്ട് ഡിഫറൻഷ്യബിൾ. എഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇത് വേണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഇവിടെ കണ്ടു നോക്കിയാൽ മതി. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇത് എഫ് ഓഫ് എക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഡെഫിനറ്റ് എഫ് ഓഫ് എച്ച് ടെൻസ് ടു 0 അല്ലെങ്കിൽ എച്ച് ടെൻസ് ടു 1 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 1 മൈനസ് എച്ച്
മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡ് ബൈ മൈനസ് എച്ച് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടു നോക്കാം വെവ്വേറെ ഇരിക്കും ഒന്ന് -1 മറ്റേത് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇവിടെ നോക്കിയാൽ ലെഫ്റ്റ് ഡെറിവേറ്റീവ് -1 പോസിറ്റീവ് ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 1 ആയിരിക്കും സോ ഇതിനെ മാറ്റി എഴുതാൻ പറ്റുന്നത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 എക്സ് മൈനസ് 1 സോ ഇതിൻ്റെ അകത്ത് ദിസ് പാർട്ട് ഇറ്റ്സ് ഡിഫറൻഷ്യബിൾ ഒരു തർക്കമില്ല ഇതിനകത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടോ സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ടോ തേർഡ് ഡെറിവേറ്റീവ് ഒന്നും കുഴപ്പമില്ല ആൻഡ് ഈ കേസിൽ ഡിഫറെൻറ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ഇല്ല എവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് തന്നെ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 1 ഡിഫറൻഷ്യബിൾ അല്ല ഈ ഫംഗ്ഷൻ therefore അപ്പോൾ ത്രൈസ് ഡെറിവേറ്റീവിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല സോ it's not differentiable at r minus 1 എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കും എക്സെപ്റ്റ് അറ്റ് വിച്ച് പോയിന്റ് r minus 1 ഓക്കെ r minus 1 എന്തുകൊണ്ട് r അല്ല 1-ലല്ലാത്ത പോയിന്റ്സിൽ മോഡുലസ് mod 1 minus x ന്റെ ബിഹേവിയർ എന്താ this is x minus 1 just a straight line greater than when x minus 1 is greater than or equal to 0 or x is greater than or equal to 1 minus of x minus 1 when x minus 1 is less than or equal to 0 or x is less than 1 1-നെക്കാട്ടും മുന്നിൽ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ മറ്റേ ഈ ബാക്കി 1 ഒഴികെ ബാക്കിയുള്ള എല്ലാ കേസിലും ഡിഫറൻഷ്യബിൾ ആണ് 1 എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം ഡിഫറൻഷ്യബിൾ ആവില്ല സോ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് മൈനസ് 1 ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ അതർ പോയിന്റ്സ് ഇനി 40 ക്വസ്റ്റ്യൻ നമ്പർ 40 ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് ലോഗ് എക്സ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 minus 2x plus x square ഇതിൻ്റെ ലിമിറ്റ് എന്താണെന്നുള്ള ലിമിറ്റ് നമുക്ക് when we apply it directly what happens is that 1 plus log 1 0 minus 1 divided by 1 minus 2 plus 1 that is equal to 0 by 0 form so what we do is that we use നമ്മുടെ L'Hopital's of differentiating 1-ന്റെ differentiating numerator and denominator separately 1 derivative 0 log x ന്റെ 1 by x minus 1 divided by 1 minus 1 അല്ല 0 minus 2 plus 2x when you apply the limit again it is becoming 0 by 0 so we differentiate it again limit x tends to 1 minus 1 by x square 2 into 0 by 2 that is equal to limit x tends to 1 minus 1 by 2x square when you apply the limit it is equal to minus 1 by 2 minus 1 by 2 option none of this 41 ചോദ്യം 41 f of x is equal to cos inverse x whole square plus c times sin inverse x then 1 minus x square into f double dash x plus minus x into f dash x plus f of x is equal to ചെറിയൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് ക്വസ്റ്റ്യനിൽ എറർ ഉണ്ടെന്ന് തോന്നുന്നു ഈ എഫ് ഓഫ് എക്സ് അവിടെ ഒരു അധികപ്പെട്ടായി തോന്നുന്നു വിൽ സി എഫ് ഓഫ് എക്സ് റീഡുള്ള ഡിസ്ക്രിപ്റ്റീവ് ചോദ്യം അതുകൊണ്ട് തന്നെ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സ് ഇൻറ്റു minus 1 by root of 1 minus x square plus c divided by root of 1 minus x square root of 1 minus x square into f dash x is equal to minus 2 cos inverse x plus c differentiating it again root of 1 minus x square into f double dash x plus f dash x into derivative of this 1 divided by 2 root 1 minus x square into minus 2x is equal to 2 divided by root of 1 minus x square 2 divided by ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 minus x square into f double dash x അത് റൂട്ടിനെ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ minus 2x f dash x is equal to 2 എന്ന് കിട്ടും 2 ഇല്ല 2 ക്യാൻസൽ അപ്പോൾ മൈനസ് എക്സ് എഫ് ഡാഷ് എക്സ് ഈ പാർട്ട് ഇല്ല ദിസ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ഈ പാർട്ടില്ല ക്വസ്റ്റ്യനിലെ എററാണ് ക്വസ്റ്റ്യൻ നമ്പർ 42
42 42 limit x tends to infinity x plus 2 divided by x minus 2 whole raised to x plus 1 x മാത്രമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും okay we will do like this limit x tends to infinity x plus 2 divided by x minus 2 മാത്രമാണെങ്കിൽ into x into ഒരു കാര്യം കൂടെ ഉണ്ട് x plus 2 law of exponents നെ വിനിയോഗിച്ചു നമ്മളവിടെ. So this is equal to ഇതിൻ്റെ ലിമിറ്റ് ഇതിന് സെപ്പറേറ്റ് ലിമിറ്റ് ഈ കേസിൽ ലിമിറ്റ് x tends to infinity 1 plus 2 by x divided by 1 minus 2 by x whole raised to x into limit x tends to infinity ഇതിൽ 1 plus 2 by x divided by 1 minus 2 by x എന്താ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ x നെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ സ്റ്റാൻഡേർഡ് വിൽ ടോക്ക് അബൌട്ട് ദ സ്റ്റാൻഡേർഡ് വാട്ട് ഇസ് ദാറ്റ് ലിമിറ്റ് x tends to infinity 1 plus 1 by x whole raised to x is equal to e അത് k by x ആണെങ്കിലോ e raised to k it will be equal to e it will be equal to e raised to k limit x tends to infinity 1 minus k by x ആണെങ്കിൽ e raised to minus k. So when you look at these values this will be the numerator മാത്രം എന്താവും e raised to 2 ആവും numerator when you apply the format this will be e raised to minus 2 ഇതെന്താ limit x tends to infinity ഇവിടെ പവർ ഒന്നുമില്ല ഇതെന്താ this part will be infinity the whole thing will be 0 this also will be 0 into 1 this will be e raised to 4 option B. ചോദ്യം 43 question number 43 sin inverse log ഇവിടെ എന്താ x okay log of sin x to b is x plus sec inverse log of x to sin inverse ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇതിനെ മുഴുവൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഏതായാലും ഇപ്പോൾ പ്രായോഗികമല്ല അതിലെന്തോ കാര്യമുണ്ട് ദിസ് ഇസ് ഈക്വൽ ടു sin inverse log of sin x to base x plus cos inverse 1 by log of x to base sin x log a to base b is same as 1 by log b to base a. So this can be rewritten as sin inverse log of sin x to base x plus cos inverse log of 1 by b to a will be a by b. So log of sin x to base x. ഇതിപ്പോൾ എന്താ sin inverse of x plus cos inverse of x the whole thing will be equal to pi by 2. So y equal to pi by 2 dy by dx is equal to 0. ഒന്നുകൂടി പറ log of a by b is same as 1 divided by log of b by a. അങ്ങനെയാകുമ്പോൾ log of x 1 divided by log of x by sin x എന്ന് പറയുമ്പോൾ log sin x by x. So the value will be 0. Question number 44. Question number 44. 44ാമത്തെ ചോദ്യം f of x is equal to sin x. f of x sin x ആണ് and g of x is equal to ln x. ln x means എന്താ that is equal to log mod x to base e. The range of composite function f of g g of f in the range r1 and r2 ഇതിൻ്റെ range r1 ഇതിൻ്റെ range r2. So f of g of x f of gx that is equal to f of that is sin of gx എന്ന് പറഞ്ഞാൽ that is sin of ln mod x. This is defined for
എനി വാല്യൂ ഓഫ് എക്സ്, എക്സിന് ഏത് വാല്യൂ കൊടുത്താലും കുഴപ്പമില്ല. സൈൻ ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാലും 1 ഡിഫൈൻ റേഞ്ച് ആണ്. സോ ദാറ്റ് മീൻസ് സൈൻ ദ റേഞ്ച്, ഇതിൻ്റെ സൈൻ്റെ റേഞ്ച് ദിസ് വിൽ ലൈസ് ബിറ്റ്വീൻ വാട്ട് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, സൈൻ ഓഫ് എനിത്തിങ് ലൈസ് ബിറ്റ്വീൻ -1. സോ R1 എന്ന് പറയുന്നത് -1 to 1 ആണ്, -1 to 1. ഇനി g of f of x that is equal to g of fx that is equal to ln of mod sin x. mod sin x എവിടെ മുതൽക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ അങ്ങനെ ആവുമ്പം ഇത് 0 ആവുന്ന സമയത്ത് ദിസ് വിൽ ബി -ഇൻഫിനിറ്റി. ഇതെന്താവും, ഇത് ലോഗിൻ്റെ ലോഗ് ഓഫ് 0 -ഇൻഫിനിറ്റി. ഇതെന്താവും വെൻ എക്സ് -ഇൻഫിനിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് ഓഫ് mod sin x ലെസ് ദാൻ ഓർ ഈക്വൽ ഇത് 1 ആകുമ്പോൾ 0. സോ ഇതിൻ്റെത് -ഇൻഫിനിറ്റി to 0. R1ഉം R2 -ഇൻഫിനിറ്റി 0. യെസ്, സീറോ ഇൻക്ലൂഡഡ് ആണോ എന്ന് നോക്കാം. റേഞ്ച് ഇത് വെൻ എക്സ് ഇസ് ഈക്വൽ ടു π/2 -ഇൻഫിനിറ്റി ഇത് ഇൻക്ലൂഡഡ് ആവില്ല. ഞാൻ നമ്മുടെ ഇവിടെ ഓപ്പൺ ആക്കിയല്ലോ, ഇത് ഇൻക്ലൂഡഡ് ആവില്ല. -ഇൻഫിനിറ്റി ലെസ് ദാൻ അവർക്ക് -ഇൻഫിനിറ്റി വെൻ എക്സ് ഇസ് ഈക്വൽ ടു π/2 sin π/2 1 log 1 0 ഇൻക്ലൂസീവ് ഓഫ് 0 അപ്പോൾ എന്താ -1 to 1ഉം ഇതും ഡി ഓപ്ഷൻ ഡി -1 to 1ഉം -ഇൻഫിനിറ്റി എക്സ്ക്ലൂഡിങ് -ഇൻഫിനിറ്റി ഇൻക്ലൂസീവ് ഓഫ് 0 ഓപ്ഷൻ ഡി. 45 സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനല്ല, അപ്പം മീൻസ് വെരി ഈസി, ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അല്ല, ദർ ഇസ് എ സ്മോൾ പ്രോബ്ലം, ബി കെയർഫുൾ വിത്ത് ദാറ്റ് ക്വസ്റ്റ്യൻ. d²x/dy² ആണ് ചോദിച്ചത്, d²y/dx² അല്ല ചോദിച്ചത്. ഇവിടെ ഐദർ യു ഹാവ് ടു സോൾവ് ഫോർ എക്സ് ആൻഡ് ദെൻ ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ ഇവിടെ d²y/dx² അല്ല ചോദിച്ചത്. യു ഹാവ് ബീൻ ആസ്ക്ഡ് ടു ഫൈൻഡ് d²y/dx², d²x/dy². dy/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു e raised to x plus cos x. Yes. And that means dx/dy means e raised to x plus cos x whole raised to -1. ഇതിനെ y-നെ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അത് കിട്ടും. സോ വി ഹാവ് ടു ഡിഫറൻഷ്യേറ്റ് ദിസ് വിത്ത് റെസ്പെക്ട് ടു y. So what we first do is that we differentiate that with respect to x. dx/dy-നെ x-നെ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഇൻറ്റു എന്താ വേണ്ട, ഇതിവിടെ വേണ്ട, ഇതിവിടെ പോകും, dx/dy മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും. നമ്മൾ പാരാമെട്രിക് ഡിഫറൻസിയേഷനിലൊക്കെ ഉള്ള പോലെ തന്നെ ഇതിനെ y-നെ കൊണ്ട് ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഇൻ y. സോ വാട്ട് വി ഡു ഇസ് ദാറ്റ് വി ഫസ്റ്റ് ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു x ആൻഡ് വി ഫസ്റ്റ് ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു x ആൻഡ് പിന്നെ എന്ത് ചെയ്യും, dx/dy-നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എന്താ, -1 ഇൻറ്റു e raised to x plus cos x whole raised to -2 ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ് e raised to x minus sin x. അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ്, ഇതിൻ്റെ ഫസ്റ്റ് ഡിഫറൻസ് -1 ഇൻറ്റു പിന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു dx/dy. dx/dy എന്താ, dx/dy ഇതാണ്, dx/dy ഈ പാർട്ട് ദാറ്റ് ഈസ് e raised to x plus cos x whole raised to -1. സോ അൾട്ടിമേറ്റ്ലി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ e raised to x plus cos x whole raised to -3 ഇൻറ്റു ഒരു -1 ഉണ്ട്. നോക്കട്ടെ ആൻസർ ഏത് രൂപത്തിലുള്ളത്. എന്താ ഓക്കെ, ഓപ്ഷൻ സി. ദിസ് ക്യാൻ ബി ഇൻറ്റു ഈ -1 ഉള്ളോട്ട് കൊടുക്കുക. സോ ദിസ് വിൽ ബി ഈക്വൽ ടു sin x minus e raised to x. 46 f of x is equal to function f of x is equal to greater integer of x into cos of 2x minus 1/2. 2x minus 1/2. 2x minus 1 is discontinuous set
where greater than is discontinuous at all x, all integer point, no x, x which is not an integer point. It's discontinuous at all integer points, at all x, എന്താ നോക്കാം, discontinuous. Discontinuous. Limit integer point എടുക്കാം. We are talking about the continuity at n being an I. What is that n being an I? An integer point. Limit x tends to n minus f of x. That is same as limit h tends to 0 f of n minus h. That is equal to limit h tends to 0 എന്തായിരിക്കും, greater integer of n minus h into cos of 2 into n minus h minus 1 divided by 2. ഒരു പൈ ഉണ്ട് ഇവിടെ, പൈ n മൈനസ് എച്ചിൻ്റെത് എന്ത് തന്നെ ആയാലും ദിസ് n മൈനസ് എച്ച് ഗ്രേറ്റർ ഇൻറ്റിജർ അല്ലേ, അപ്പം n ചെറിയൊരു എമൗണ്ട്, ചെറിയൊരു വാല്യൂ കുറയുമെന്നുള്ള, അപ്പം ദാറ്റ് മീൻസ് n മൈനസ് 1, ദിസ് വിൽ ബി n മൈനസ് 1 ഇൻറ്റു കോസ് ഓഫ് എന്താണ് 2n മൈനസ് 1 by 2 പൈ. ഈ പാർട്ട് എന്തായാലും 0 ആയിരിക്കും. സോ ദ എൻറ്റയർ തിങ് വിൽ ബി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. End point. And limit x tends to n plus f of x. That is equal to limit h tends to 0 f of n plus h. അതും limit h tends to 0 greater integer of n plus h into cos of 2 into n plus h minus 1 divided by 2 into pi. Even though n into 0, that is equal to the left hand limit is equal to right hand limit. The value of the function at that point will exist. And there adum n integer avuna samayathu. So integer points, what happens? It is integer number n is equal to our value 2n plus pi by 2. This is odd multiple ആയിരിക്കും. This is an odd multiple of pi, അല്ലെങ്കിൽ odd multiple of pi by 2. When you talk about this is odd multiple of pi by 2n minus 1. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 0 ആയിരിക്കും. That means the function is continuous at all values of x. Continuous for all values of x. Discontinuous അല്ല, but discontinuous at no x. It is continuous for all x, therefore discontinuous at all x. Discontinuous at no x. Continuous at all x, therefore discontinuous no x. അപ്പോൾ option C is the correct answer. ഇനി ചോദ്യം 47. Question number 47. f of x is equal to f dash x എന്താണ് ചോദിച്ചത്. f of x തന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് തന്നെ ഞാൻ മെത്തേഡ് പറയാം. f of x is equal to sin x into sin 2x etc sin nx. log of f of x എടുത്തു കഴിഞ്ഞാൽ so f dash x തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം എഫ് ഓഫ് എക്സിനെ മൾട്ടിപ്ലൈ ആയിട്ട്, അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ക്രോസ് മൾട്ടിപ്ലൈ അവിടെ നിർത്തിയത് അപ്ലൈ ചെയ്യേണ്ടെന്ന് അർത്ഥം. ലോഗ് ഓഫ് സൈൻ എക്സ് പ്ലസ് ലോഗ് സൈൻ 2x പ്ലസ് എക്സെട്ര ലോഗ് സൈൻ എൻ എക്സ്. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് പ്ലസ് equal to log sin x 1 by sin x into derivative cos x by sin x plus 2 cos 2x by sin 2x plus etc n cos nx by sin nx. അപ്പോൾ ഇതെല്ലാം cot out. So f dash x will be equal to f of x into sigma ഫോർമാറ്റിൽ എഴുതാണ്. ഇതെന്താവും m cot mx. Sigma m is equal to 1 to n. Yes. So m cot m അപ്പോൾ എന്താവും into f of x. ഇതിന് മാത്രമേ സിഗ്മ വരുള്ളൂ. So option C is the correct answer. 48 48ാമത്തെ ചോദ്യം 48.
f of x plus y is equal to f of x into f of y. X and y are real numbers. Given that f of 5 is equal to 4 and f dash 0 is equal to 2, then f dash 5 is equal to എന്താണെന്നുള്ളതാണ്. f of x plus y is equal to f of x into f of y. അപ്പോൾ ഇതിൻ്റെ വാല്യൂ തന്നെ എഫ് ഓഫ് 5ൻ്റെ വാല്യൂ തന്നെ അതൊന്ന് പ്രയോജനപ്പെടുത്താം. എഫ് ഓഫ് എക്സ് പ്ലസ് 5 is equal to f of x into f of 5. That is f of 5 for 4 times f of x. f of x plus 5 is equal to 4 times f of x. Differentiating f dash x plus 5 is equal to 4 f dash x. എന്താ ചോദിച്ചത്? എഫ് ഡാഷ് 5 ആ ചോദിച്ചത്. യെസ്. എഫ് ഡാഷ് 0 തന്നിട്ടുണ്ട്. യെസ്. സോ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0. എഫ് ഡാഷ് 0 പ്ലസ് 5 is equal to 4 times f dash 0. f dash 5 is equal to 4 times f dash 0 എന്ന് പറയുന്നത് 2. ആൻസർ ഇസ് 8. അപ്പോൾ ഓപ്ഷൻ എ, സോറി ഓപ്ഷൻസ് ഇതെന്താ മാറിയിട്ടുണ്ടല്ലോ, എ ബി സി ഡി അങ്ങോട്ട് കൊണ്ട് ഓപ്ഷൻ എ 8 എന്നുള്ളത് അത് ഏതാണ് ഓപ്ഷൻ അതായത് വാല്യൂ ആൻസർ ഇസ് 8. ക്വസ്റ്റ്യൻ 49. The equation of normal to the curve y is equal to integral 0 to x sin cube t dt at x is equal to pi by 2. അപ്പോൾ slope of tangent dy by dx is equal to the derivative sin cube x into derivative of x1 minus ഇതിൻ്റെ അറിയാലോ സൈൻ മെത്തേഡ് ഒന്നുകൂടി പറയാം. ഇൻറ്റഗ്രൽ y is equal to integral phi x into gf നമ്മൾ ഡിസ്കസ് ചെയ്താണ്. f of t dt ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് f of ആദ്യത് g of x into g dash x അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് f of ലോവർ ഫംഗ്ഷൻ f of x ലോവർ ലിമിറ്റ് phi of x into phi dash x അതിൻ്റെ ഡെറിവേറ്റീവ്. ഇതിന് f of ആദ്യം ഏതാ അപ്പർ ഫംഗ്ഷൻ x ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ഇനി ഇത് സൈൻ ക്യൂബ് 0 ആ പാർട്ട് 0 പോയി dy by dx at x is equal to pi by 2 എന്ന് പറയുന്നത് 1 ആവും. സൈൻ ക്യൂബ് pi by 2 1. Therefore slope of normal എത്രയാ -1. ഇനി എന്തും കൂടി കണ്ടുപിടിക്കണം, y കോർഡിനേറ്റ്. ഇതിൻ്റെ അകത്തുനിന്ന് y കോർഡിനേറ്റ് when x is equal to pi by 2 y equal to integral 0 to pi by 2 sin cube t dt. ഇതിൻ്റെ വാല്യൂ കൂടി കണ്ടുപിടിച്ചാൽ സ്ലോപ്പായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ കൂടി കണ്ടുപിടിച്ചാൽ നമുക്ക് ഉപയോഗിക്കാം y minus y1 is equal to -1 into x minus x1 ഇക്വേഷൻ ഓഫ് നോർമൽ. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. y മൈനസ് ഈ y1 ആണ് അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എത്രയാണെന്നുള്ളത്. ദറ്റ് ഈസ് ഈക്വൽ ടു -1 into x minus x1 എത്രയാ pi by 2. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഈ പാർട്ടും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to pi by 2 സൈൻ ക്യൂബ് ടിക്ക് പകരം സൈൻ സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി. ആ സൈൻ സ്ക്വയറിനെ വേണമെങ്കിൽ നമുക്ക് സൈൻ സ്ക്വയറിനെ നമുക്ക് 1 minus cos square into sin t dt. Put cos t is equal to p substitution. So integral this is equal to 1 minus p square into ഒരു മൈനസ് the derivative minus dp ഉണ്ടാവും. ലിമിറ്റ് ഉണ്ടാവും when x is equal to t is equal to 0 p is equal to 1 t is equal to pi by 2 1 to 0. നിങ്ങളത് ചെയ്ത് നോക്കാം. this is equal to integral 0 to 1 p square 1 minus p square into dp that is equal to integral p minus p cube by 3
from 0 to 1, that is equal to 1 minus 1 by 3, 2 by 3. അപ്പോൾ അവിടെ 2 by 3 substitute ചെയ്ത് കഴിഞ്ഞാൽ you simplify this equation, you get the equation of normal. Question number 50. Question number 50. F of x is given 50. ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. F of x is given, find the derivative of this substitution. Put x square is equal to cos 2 theta അല്ലെങ്കിൽ cos 2 theta കൊടുത്താൽ മതി. x divided by or x divided by ഇതിൽ ഏതെങ്കിലും ഒന്ന് വരും ഡയറക്റ്റ് ആയിട്ട്. I mean, so this will be 1 plus cos square theta 1 minus cos square sin cosലേക്ക് ആക്കുക. I mean root പോവും, simplify, divide ചെയ്യുക, throughout divide by cos or sin. So you get 1 plus ആ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരിക. tan inverse of tan pi by 4 plus ഫോർമാറ്റിലേക്ക് കൊണ്ടുവരിക. Now question number 51. The tangent at the point pxy on a curve meet the axis at p1 and p2. അപ്പോൾ ടാൻജൻറ്റുകൾ ആക്സിസിൽ മീറ്റ് ചെയ്യുന്നുണ്ട് p1 and p2. x ആക്സിൽ p1, y ആക്സിൽ p2, such that p divides tangent at p. Okay, so the tangent at p x comma y, ഇത് x comma y ആണ്, x1 y1 അല്ല, x comma y meets the axis at p1 comma p2. p1 comma p2. p1 അതിൻ്റെ കോർഡിനേറ്റ്സ് ഉണ്ടാവും, p2 അതിൻ്റെ കോർഡിനേറ്റ്സ് ഉണ്ടാവും. p1 comma p2 എത്രയാവട്ടെ, ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും, ചിലപ്പോൾ വലിയ എക്സ്പ്രഷൻ. p divides p1 p2 in the ratio 2:1. 2:1. p divides p1 p2 in the ratio. The equation of the curve, ഈ കർവിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചത്. വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് ദിസ് കർവ് എന്നാ ചോദിച്ചിട്ടുള്ളത്. xy is equal to c x square y square. Okay, so the tangent at pxy on the curve meets the axis at p1 and p2 such that p divides p1 p2 in the ratio 1:2. so അങ്ങനെയാണ്, ഒന്നും തന്നിട്ടില്ല. ഇക്വേഷൻ ഓഫ് ദ കർവ് കണ്ടുപിടിക്കണം. വാട്ട് ഇസ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്? Slope of tangent is equal to dy by dx. Equation of tangent at x1 y1 അല്ല, x comma y, that is അപ്പോൾ എന്തിട്ട് ഞാൻ ക്യാപിറ്റൽ y എടുക്കാം. y minus y1 അല്ലേ, അപ്പോൾ ക്യാപിറ്റൽ y minus y is equal to dy by dx into small x minus x. ഈ x എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പോയിന്റ്, ഈ കർവിന് മുകളിൽ the equation of the curve is in terms of small x small y, അങ്ങനെ പറയാം. Tangent. Okay, so ഈ p1 at p1 what happens? At p1 we know that at p1 capital X will be equal to 0. That means y minus small y is equal to dy by dx into minus x, or y equal to y minus x into dy by dx. So this is the coordinate of, at p1 x is equal to 0 alla, p2, correct it, p2, at p2 x is equal to 0. അപ്പോൾ കാരണം y ആക്സിസിലല്ല, ഞാൻ അത് മാറിപ്പോയത്. ഇവിടെ എഴുതേണ്ടിയിരുന്നത് y equal to 0, ഞാൻ x is equal to 0. ദാറ്റ് മീൻസ് അത് p2 ആക്കിയാൽ പോരെ, പ്രശ്നം തീർന്നു. ഐ വോണ്ട് റിവേഴ്സ്. സോ ഇതിൻ്റെ കോർഡിനേറ്റ്സ് വന്നിരിക്കുന്നത് x is equal to 0, y minus x dy by dx. So at p1 what happens? Y equal to 0. Y equal to 0 ആകുമ്പോൾ minus y is equal to dy by dx into x minus x. Then അപ്പോൾ എന്താവും? That means minus y into dx by dy is equal to capital X minus x, or capital X is equal to എന്താണ്? x minus y into dx by dy. This is x minus y into dx by dy comma 0.
What are the coordinates of P? P is equal to P in the x coordinate എന്തായിരിക്കും? That's x coordinate. Actual x is equal to എന്താ? X is equal to this divide section formula use ചെയ്ത് divide ചെയ്യുക. So that will be x minus y dx by dy plus എന്തുണ്ടാവും 0 into 2 divided by 1 plus 1 plus 2 section formula use ചെയ്ത് cross multiply ചെയ്താൽ 3x is equal to x minus y into dx by dy, or that is 2x is equal to minus y dx by dy, or 2x dy plus y dx is equal to 0. We got a differential equation representing the curve. ഈ curve represent ചെയ്യുന്ന equation കിട്ടി. ഇനി ഇതേമാതിരി y കണ്ടുപിടിച്ചാലും ഇതേമാതിരി ഇത് തന്നെ ആയിരിക്കണം കിട്ടണം, ഇത് തന്നെ കിട്ടണം. അപ്പോൾ എക്സിൽ നടത്തി നമ്മൾ. Now this represent the differential equation. This represent the differential equation of this particular curve. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുവരണം. We have to integrate. അല്ലെങ്കിൽ one option is we will go back to the option and 2x dy y dx. Yes, തന്നിരിക്കുന്ന ഓപ്ഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സൊല്യൂഷനാണ്. either you have to solve this. അല്ല, ഇത് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇറ്റ് ഈസ് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് കൊണ്ടുവന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. യു ക്യാൻ സോൾവ് ദാറ്റ് വേരിയബിൾ സെപ്പറബിൾ ഫോം ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാവുന്നുള്ളൂ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഈ ഫോം ഇവിടെ തന്നെ നിർത്തുന്നതായിരിക്കും നന്നാവുക. 2dx dy is equal to minus dx, or dy അങ്ങോട്ട് പോകണമെന്നില്ല, ഇതിൻ്റെ അകത്ത് തന്നെ എളുപ്പത്തിൽ ചെയ്യാവുന്നുള്ളൂ. xy is equal to c x square y square is equal to x square y square. ഇവിടെ 2x വന്നതിനെ കൊണ്ട് ഇതാവാനാണ് സാധ്യത. x square y is equal to c. ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. 2x square അവിടെ നിർത്തി നമ്മൾ dy by dx plus y into 2x is equal to 0. മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ഒരു എക്സിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ x into dy by dx plus 2y equal to 0. അല്ലേ, 2y is equal to 0. എക്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ dy by dx, yനെ 2x, x into dy by dx. So x into, അപ്പോൾ ഇതല്ല. So this is not the equation, so it sounds to be this. x y square is equal to c ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ x into 2y into dy by dx plus y square is equal to c. yനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x dy by dx plus y equal to 0. Any that means 2x dy plus y dx is equal to 0. 2x dy plus y dx is equal to 0. ഒന്നുകിൽ വേരിയബിൾ സെപ്പറബിൾ ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഏതായാലും മതി. ഓപ്ഷൻ ഫ്രം ദ ഓപ്ഷൻ ടു. സോ ബി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 52. y equal to x cube plus ax minus 1 and y is equal to 6x square plus b. Touches each other at the point where the abscissa is equal to 1. x coordinated ഇത് രണ്ട് കേർവുകൾ തമ്മിൽ ടച്ച് ചെയ്യുന്ന പറയുന്നത്. At the point where x is equal to x coordinate 1 comma dash, then a and b is you have to solve for a and b. That means at this point they common share each at this particular point. x is equal to ഇതിനെ ഞാൻ 1 എന്ന് വിളിക്കുന്നു, and this is called as 2. x is equal to 1 satisfy both 1 and 2. അപ്പോൾ എന്താവും, y is equal to 1 plus a minus 1 substituting in 1. അതേപോലത്തെ y is equal to 6 plus b. That means the cancel. That means a is equal to 6 plus b, or a minus b is equal to 6. This gives the relation number 1. ഒരു ഇക്വേഷൻ കിട്ടി. ഇനി എക്കും ബിക്കും കണ്ടുപിടിക്കണമെങ്കിൽ മറ്റെന്താ ഓപ്ഷൻസ് ഉപയോഗിക്കാം? എന്ത് ഓപ്ഷൻ ഉപയോഗിക്കാം? 1 സാറ്റിസ്ഫൈ. ഓക്കെ, ഇവിടെ ഒരു ടാൻജൻറ്റ് ഉണ്ടെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ടു 1, that is slope of tangent to 1 is equal to slope of
tangent to 2. Slope of the tangent dy by dx. dy by dx at x is equal to 1 ഏതിൻ്റെ ഒന്നിൻ്റെത് should be equal to dy by dx at x is equal to 1 ഏതിൻ്റെ സെക്കൻഡ് ഇക്വേഷൻ്റെ ഇതിൻ്റെ dy by dx 3x square plus a x is equal to 1 x is equal to 1 that means 3 plus a. This should be equal to the 12x plus b at x is equal to 1 that is equal to 12 plus b. 12 plus b അവിടെ ഒരു പ്രശ്നം വന്നു not 12 plus b 12x മാത്രമല്ലേ ഉള്ളൂ 12x. So a is equal to 9. We got a is equal to 9 and a minus b is equal to 6 implies b is equal to 3. A is equal to 9, b is equal to 3. So next question, question number 53. Question number 53. Limit n tends to infinity a raised to n plus b raised to n divided by a raised to n b raised to n. A is greater than b less than a is greater than b greater than 1 or 1 less than b less than a. So ഇതിനെന്ത് ചെയ്യാം n tends to infinity dividing throughout by a raised to n 1 plus b by a whole raised to n divided by 1 minus b by a whole raised to n. ഇവിടെ b by a is greater than b by a is less than 1 രണ്ടും പോസിറ്റീവ് ആണ്. b by a is less than 1 അങ്ങനെ പറയുമ്പോൾ b by a whole raised to n as n tends to infinity this tends to as n tends to infinity b by a whole raised to n is a small quantity less than 1 tends to what? So small quantity tends to infinity. B by n whole raised to n tends to what? It tends to what? This 0 like tend to I mean it's a small value 0.00001 maybe very small value whole raised to infinity. What happens? It tends to 0. So what happens? The limit remains as 1 by 1 1 plus 0 divided by 1 minus 0 because this quantity is small and power is very high. So 1 by 1 1. Question number 54 54ാമത്തെ ചോദ്യം. f of x has a point of inflection at x is equal to 1. x is equal to 1 is a point of inflection എന്ന് പറഞ്ഞാൽ സൈന് ചേഞ്ച് ചെയ്യുന്നില്ല ഗ്രാഫ് ഇങ്ങനെ കർവ് ഇങ്ങനെ പോയിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും. At this point എന്താണ് x is equal to 1 is a point of inflection. Thus f dash x f dash 1 എന്തായിരിക്കും 0 ആയിരിക്കും. മാത്രമല്ല f double dash 1ഉം 0 ആയിരിക്കും. സെക്കൻഡ് ഡെറിവേറ്റീവും 0 ആയിരിക്കും. മാക്സിമം ആണ് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. ഇനി അതല്ല മിനിമം ആണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 സെക്കൻഡ് ഡെറിവേറ്റീവ് വിൽ ബി പോസിറ്റീവ്. ഹിയർ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ സോ ബോത്ത് ഓഫ് ദം 0. തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. എഫ് ക്യൂബ് f raised to 3x എൻ്റെ ഉദ്ദേശം f ട്രിപ്പിൾ ഡാഷ് x is equal to x എന്നാണ് തന്നിട്ടുള്ളത്. കൂടാതെ f of 0 is equal to 0 എന്ന് തന്നിട്ടുണ്ട്. f ഇതിന് 3 എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. So what happens? f triple dash third derivative is equal to x. Integrating what happens? Integrating both sides. f double dash x is equal to x square by 2 plus c. It is given that f double dash 1 is equal to 0 implies 0 is equal to 1 by 2 plus c implies c is equal to minus 1 by 2. So f double dash x will become x square by 2 minus 1 by 2. X square by 2 minus 1 by 2. Okay. Now integrating again. Integral of f double dash x is equal to integral x square by 2 minus 1 by 2 dx. This will be f dash x that is equal to x cube by 6 minus 1 by 2 x plus b c another c അല്ലെങ്കിൽ c1
f dash 1 എന്താ f dash 1 is equal to 0. So that means 0 is equal to 1 by 6 minus 1 by 2 plus c. That is equal to minus c1 എത്ര c1 is equal to 1 by 3. Therefore f dash x is equal to x cube by 6 minus 1 by 2x plus 1 by 3. ഇനി പറഞ്ഞിരിക്കുന്നത് integrating once again. So integrating once again f dash ഞാനത് കാണിക്കുന്നില്ല. f dash f of x is equal to integrate ചെയ്താൽ x raised to 4 by 4 into 6 24 minus 1 by 4x square plus 1 by 3x plus a, given that f of 0 is equal to 0. So what a is equal, that implies that this a and the 0 to become 0, a is equal to 0, a is equal to 0. Therefore f of x is equal to x raised to 4 by 24 minus 1 by 4x square plus 1 by 3x, 1 by 3x. 24 പുറത്തേക്ക് എടുത്താൽ x raised to 4 ഉണ്ടാവും, 6x square. Yes, option C. Option C. 55ാമത്തെ ചോദ്യം. Question number 55. Set of all values of x for in the interval 0 to 2 pi where this takes real value. 0 to pi. Number 0 less than or equal to x less than or equal to pi. That means 3x. 0 less than or equal to 3x less than or equal to 3 pi. 1 minus 2 sin x. Root of this is real. If what? 1 minus 2 sin 3x should be greater than or equal to 0. That means sin 3x should be what? Less than 1 by 2. Sin 3x should be less than 1 by 2. Oh, 3x less by. So in this interval you have to think about it. Anyway, sin x is 1 by 2 1 by 2. 0 മുതൽക്ക് pi by 6 വരെ. 0 മുതൽക്ക് pi by 6 വരെ. ഇവിടെ 0 1 by 2 ഇവിടെ value. അപ്പോൾ so this implies, first case, this implies that 0 less than or equal to 3x less than or equal to pi by 6 ആദ്യത്തെ value. That implies, this implies that 0 less than or equal to x less than or equal to pi by 18 ഒന്നാമത്തത്. ഇനി രണ്ടാമത്തത് ഇവിടെ വരുമ്പോൾ 1 by 2 കടി ഇവിടുന്ന് 1 by 2 കൊണ്ട് കൂടും, ഇവിടെ sin 90 എത്തുമ്പോൾ 1 ആവും. പിന്നെ ഇവിടെ എത്തുമ്പോൾ എത്ര pi മൈനസ് pi by 6 വീണ്ടും 1 by 2 ആവും, സൈൻ അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ മുതൽക്ക് വീണ്ടും കുറയും അടുത്തൊരു റൊട്ടേഷൻ. സോ pi മൈനസ് pi by 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x ലെസ് ദാൻ ഓർ ഇവിടെ മുതൽക്കൊക്കെ 1 by 2 കൊണ്ട് കുറവ്. പിന്നെ എപ്പോഴാണ് 1 by 2 എത്തുക? ഇവിടെ എത്തും 2 pi പ്ലസ് pi by 6, 2 pi പ്ലസ് pi by 6. നമുക്ക് എവിടം വരെ നോക്കണം? എക്സിൻ്റെ വാല്യൂ എവിടം മുതലാണ്? 3xൻ്റെ വാല്യൂ 0 to 3 pi. 3x ലൈസ് ബിറ്റ്വീൻ ദിസ്. 3x എവിടെയൊക്കെ ഉണ്ടാവും? 0 മുതൽക്ക് pi, 2 pi, 3 pi വരെ ഉണ്ടാവും. So that means this is pi minus 5 pi by 6 less than or equal to 3x less than or equal to 13 pi by 6 or 5 pi by 18 less than or equal to x less than or equal to 13 pi by 18. നമുക്ക് ഓപ്ഷൻ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓപ്ഷൻ സിയിലേക്ക് ആവാനാണ് സാധ്യത. യെസ്, സി ഓർ നൺ ഓഫ് ദിസ്. ഇനി ഒരു റേഞ്ചും കൂടി. അപ്പോൾ ഇത് രണ്ടെണ്ണമായി. ഏത്? ഒന്നുകിൽ ദിസ് റേഞ്ച് 0 to pi by 18, മറ്റൊന്ന് 5 pi by 18 ആൻഡ് 13 pi by 18. ഇനി ഒബ്വിയസ്ലി ഉണ്ടെങ്കിൽ അത് എന്നും കൂടി ആവണം 17 pi by 18. നോക്കാം എവിടം വരെ പോകണം? നമുക്ക് 3 pi വരെ പോകണം. ഇപ്പോൾ എവിടം വരെ പോയി? 2 pi പ്ലസ് pi by 6, 2 pi പ്ലസ് pi by 6 വരെ പോയി. അവിടുന്ന് അങ്ങോട്ട് പിന്നെ എന്താവും? പിന്നെ 1 by 2 കൊണ്ട് കൂടും. പിന്നെ ഇവിടെ എത്തുമ്പോഴാണ്, ഇവിടെ എത്തുമ്പം ഇവിടെ എത്തുമ്പോൾ 3 pi ആയി. ഇവിടെ എത്തുമ്പോഴത്തേക്ക് പിന്നീട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇപ്പോൾ 2 ഒരു കംപ്ലീറ്റ് റോഷൻ ഇവിടുന്ന് ഇവിടം വരെ എത്തുമ്പോഴത്തേക്ക് ഇത് 2 pi പ്ലസ് pi by 6 ആയി. പിന്നെ ഇവിടുന്ന് ഇവിടെ എത്തുമ്പോൾ അത് എത്ര? 3 ഇവിടം വരെ എത്തിയ 3 pi, 3 pi by pi by 6. ഈ റേഞ്ചും കൂടി കമ്പയർ ചെയ്യണം അല്ലെങ്കിൽ കൺസിഡർ ചെയ്യണം. ദാറ്റ് മീൻസ് ഇവിടെ മുതൽക്ക് 3x, ഈ റേഞ്ചിൽ 3xനെ എടുക്കുന്ന സമയത്ത് 3 pi മൈനസ് pi by 6 എന്ത് സംഭവിക്കും? ദാറ്റ് ഈസ് pi, 2 pi പ്ലസ് pi by 6. ഇനി ഇവിടെയും കൂടി വരണം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇവിടം വരെ നമുക്ക് എന്താണ് 1 by 2 കൂടുതലാണ്. അപ്പോൾ ആ റേഞ്ച് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി അടുത്ത റേഞ്ച് ഏതാ?
3 pi minus pi by 6 less than or equal to 3x less than or equal to 3 pi വരെയാണ് നമുക്ക് പോകേണ്ടത്. That means this is 17 pi by 6 less than or equal to 3x less than or equal to 3 pi, or 17 pi by 18 less than or equal to x less than or equal to pi. So the correct option is option C.